കാവേരിക്ക് ആ ദുരന്തം സംഭവിക്കുന്നു. അങ്ങനെ ഈ പുഴയും കടന്നിലണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാവേരിയെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ ജയബാലൻ്റെ മകൾ വന്നെത്തുകയാണ് രോഹിണി. അവൾ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കാവേരിയുമായിട്ട് യുദ്ധത്തിനിറങ്ങിത്തിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാവേരിയെ വണ്ടി ഇടിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാവേരി എങ്ങനെയൊക്കെയോ പേടിച്ച് രക്ഷപ്പെട്ട് നിലത്ത് വീഴുന്നുണ്ട്. ഇതേ സമയം രോഹിണി കാറിൽ നിന്നിറങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ കാവേരി, ഭയന്നു പോയോ? ഇങ്ങനെ ഞാനൊരു കാറും കൊണ്ട് അരുത്തേക്ക് വരുമ്പോഴേക്കും പേടിച്ചു പോയാൽ ഇനി എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു. രോഹിണി കളിയാക്കുന്നു. ഇതേ സമയം നമ്മുടെ കാവേരിയാണെങ്കിൽ നെറ്റിക്ക് നോക്കി രോഹിണിയുടെ നെറ്റിയിൽ ഒരൊറ്റിടി വെച്ച് കൊടുക്കുന്നു. അതേ, നീയേ നിൻ്റെ വിളച്ചിലൊക്കെ നിൻ്റെ കുടുംബത്തിലുള്ള ആ വിശാലിനോടും നിൻ്റെ അച്ഛനോടൊക്കെ പോയി എടുത്താൽ മതി. ഇത് വേറെയാ, കണ്ണൂർക്കാരൻ ആളുടെ മോളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിട്ട് കളിക്കാൻ നിൽക്കല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടിച്ചിട്ടതിന് ശേഷം നിനക്കും നിൻ്റെ അച്ഛനോ നിൻ്റെ അനുജനോ സഹായം വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് കാവേരി നമ്മുടെ രോഹിണിയുടെ മുഖത്ത് നോക്കി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ രേവതി കാവേരിയെ നാണം കെടുത്താമെന്ന് വിചാരിക്കുന്ന നമ്മുടെ രോഹിണി തന്നെ അപമാനിതയായി നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ കാവേരിയും രോഹിണിയും തമ്മിലുള്ള യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതും കാണാൻ കഴിയുന്നു.